40-ൽ മങ്ങിയ കാഴ്ച 60-ൽ തെളിയുമോ? ഞാൻ ജുബേരിയ ഫിറോസ്, കൺസൾട്ടന്റ് ഓപ്റ്റോമെട്രിസ്റ്റ്, ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ. നാൽപ്പത് വയസ്സൊരാൾ സാധാരണ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അടുത്ത കാഴ്ചയുടെ മങ്ങൽ. സാധാരണ അവർ വായിച്ചുകൊണ്ടിരുന്നിരുന്ന അകലത്തിൽ വായിക്കാൻ സാധിക്കാതിരിക്കുക, മുന്നേ കണ്ടിരുന്ന ന്യൂസ് പേപ്പേഴ്സ്, മൊബൈൽ ഫോൺസ് സാധാരണ അകലത്തിൽ പിടിച്ചാൽ തെളിയാതിരിക്കുക, ഇത് വളരെ സ്വാഭാവികമാണ്. 40 വയസ്സാവുമ്പോൾ ഉണ്ടാവുന്ന വെള്ളെഴുത്ത് എന്ന് പറയുന്ന അസുഖമാണിത്. ഇതിന് എന്താണ് ചികിത്സ? വെള്ളെഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിനകത്ത് അടുത്ത് കാണാൻ വേണ്ടി സഹായിക്കുന്ന കണ്ണിൻ്റെ ലെൻസിന് വരുന്ന ഒരു തകരാറാണ്. 40 വയസ്സിലാണ് പൊതുവെ ഇത് തുടങ്ങുന്നത്. എന്നാൽ 40-ന് മുന്നേയും നമുക്കിത് കണ്ടു തുടങ്ങാം. അടുത്ത കാഴ്ച, അതായത് നമ്മുടെ വായന, എഴുത്ത്, മൊബൈലിലേക്കുള്ള നോട്ടം, സൂചി നൂല് കോർക്കൽ, ഇങ്ങനത്തെ വളരെ സ്വാഭാവികമായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക. അപ്പോൾ തുടക്കത്തിലൊക്കെ ആളുകൾ കുറച്ച് വെളിച്ചത്തിൽ പിടിച്ച് വായിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് വിട്ടുവെച്ച് വായിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു നോർമൽ പേഴ്സണൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ അതല്ല, ആക്ച്വലി ഇതൊരു ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. കുറേ പേര് ഇത് ട്രീറ്റ് ചെയ്യാണ്ട് കുറേ കാലം മുന്നോട്ട് ഇങ്ങനെ തള്ളി നീക്കും. എന്നിട്ടൊരു 45 വയസ്സ് 46 വയസ്സാകുമ്പം അവർക്ക് കുറച്ച് വിട്ടുവെച്ചാൽ പോലും വായിക്കാൻ പറ്റാത്ത അകലത്തിലേക്ക് മാറുമ്പോഴാണ് അവരൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നത്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പ്രസ്ബയോപ്പിയ എന്നും മലയാളത്തിൽ വെള്ളെഴുത്ത് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ കണ്ണടകളാണ്. നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ട് നമ്മുടെ കണ്ണിന് എത്രമാത്രം ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് കുറയുന്നുവോ അത്ര അധികം നമ്മൾ കണ്ണടയിലേക്ക് പവർ ആഡ് ചെയ്തിട്ട് നമ്മൾ കണ്ണട ഒരു റീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതിനുള്ള സൊല്യൂഷൻ. ഇനി ഇത് സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് റീഡിംഗ് ഗ്ലാസ്സസ്. ഏതെങ്കിലും ഒരു നോർമൽ കടയിൽ നിന്നോ അല്ലെങ്കിൽ റോഡ് സൈഡിൽ നിന്നോ ഒരു റീഡിംഗ് ഗ്ലാസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ ആവുമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ അതല്ല. കാരണം ഒരാളുടെ കാഴ്ച അവരുടെ പ്രായത്തിനെ മാത്രമല്ല അവരുടെ ജോലിനെയും അവരുടെ കാഴ്ചയുടെ അവസ്ഥേനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള പവേഴ്സ് ആയിരിക്കും. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 45 വയസ്സായ ഒരു സ്വർണ്ണക്കടക്കാരനും 45 വയസ്സായ ഒരു ടീച്ചറിനും അവർക്ക് ആവശ്യമുള്ള 2 തരത്തിലുള്ള പവേഴ്സ് ആയിരിക്കും. അവരുടെ ആവശ്യം വ്യത്യസ്തമാണ്, അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ സൈസ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കണ്ണട ഉപയോഗിക്കുമ്പോൾ അത് വൃത്തിയായി ടെസ്റ്റ് ചെയ്ത് ഒരു ഓപ്റ്റോമെട്രിസ്റ്റിൻ്റെയോ ഒരു ഒഫ്താൽമോളജിസ്റ്റിൻ്റെയോ നേതൃത്വത്തിൽ വേണ്ട പരിശോധന ചെയ്തിട്ട് വേണം നമ്മൾ റീഡിംഗ് ഗ്ലാസ്സസ് യൂസ് ചെയ്യാൻ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് 40-ൽ മങ്ങിയ കാഴ്ച 60-ൽ തെളിയുമോ? ഇത് സാധാരണ നമ്മൾ കേൾക്കുന്നതാണ്. എൻ്റെ വല്യമ്മയോ അല്ലെങ്കിൽ എൻ്റെ വല്യച്ഛനോ ഒന്നും കണ്ണട ഉപയോഗിക്കാതെയാണ് അടുത്തേക്ക് വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അന്നത്തെ കാലഘട്ടമല്ല ഇന്ന് നമ്മുടെ ഡിജിറ്റൽ ഉപയോഗങ്ങൾ കൂടുതലാണ്, നമ്മുടെ ജീവിത രീതികൾ വ്യത്യാസമാണ്, നമ്മുടെ ഭക്ഷണ രീതികൾ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചയിലും വ്യത്യാസമുണ്ട്. സാധാരണ ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സിൽ മങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. അത് ഓരോ പ്രായത്തിനും വ്യത്യസ്തമായിരിക്കും. ഇത് 40 വയസ്സിൻ്റെ പവർ ആയിരിക്കില്ല 45-ൽ, അതായിരിക്കില്ല 50-ൽ. അവരവരുടെ പ്രായത്തിനനുസരിച്ചിട്ടും അവരവരുടെ ജോലിയുടെ ഭാഗത്തിനനുസരിച്ചിട്ടും നമ്മളിതിൻ്റെ പവർ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിതിനെ വെക്കുന്നത്. ഇനി 60-ൽ തെളിഞ്ഞു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളെഴുത്ത് മാറുക എന്നല്ല അതിനർത്ഥം. 60-ൽ തെളിയുന്ന കാഴ്ച അല്ലെങ്കിൽ ഒരിക്കൽ മങ്ങിയ കാഴ്ച പിന്നീട് തെളിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിമിരത്തിൻ്റെ ലക്ഷണമാണ്. ഇത് പലപ്പോഴും നമ്മൾ ഒരു അനുഗ്രഹമായി കണ്ട് അതിന് വേണ്ട ചികിത്സ ചെയ്യാതിരിക്കും. ഇതും നമ്മൾ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കേണ്ടതാണ്. തിമിരം എന്ന് പറഞ്ഞാൽ പ്രായസഹജമായി നമ്മളെ കണ്ണിനകത്ത് വരുന്ന ലെൻസിന് വരുന്ന ഒരു മുടി നരയ്ക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ്. സാധാരണ നമ്മളെ കണ്ണിലേക്ക് വെളിച്ചം കയറ്റി വിടുന്ന ലെൻസ് നരച്ചു കഴിഞ്ഞാൽ കണ്ണിനുള്ളിലേക്ക് വെളിച്ചത്തിൻ്റെ അളവ് കുറയുകയും നമുക്ക് മങ്ങലേൽക്കുകയും ചെയ്യും. തിമിരം ബാധിക്കുന്നതിന് തൊട്ട് മുന്നേ വെള്ളെഴുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ വെള്ളെഴുത്തിൽ നമുക്ക് അടുത്ത കാഴ്ച മങ്ങലേൽക്കും. ഈ സമയത്തായിരിക്കും നമുക്ക് തിമിരം ഒരു 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും തിമിരത്തിൻ്റെ ആരംഭമുണ്ടാവും. അപ്പോൾ സംഭവിക്കുന്നത് അകലക്കാഴ്ച മങ്ങിക്കൊണ്ട് അടുത്ത കാഴ്ച തെളിയുകയാണ് ചെയ്യുക. അത്രയും കാലം അടുത്തേക്ക് മങ്ങലേറ്റ ആളുകൾക്ക് പെട്ടെന്ന് അടുത്തേക്ക് കാഴ്ച ക്ലിയർ ആവുമ്പം അവർ അകലത്തിലെ മങ്ങൽ കാര്യമാക്കാണ്ട് ഇതൊരു അനുഗ്രഹമായിട്ട് കരുതി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം 40 വയസ്സിന് ശേഷം 2 തരത്തിലുള്ള കാഴ്ച പ്രയാസങ്ങളാണ് നമുക്ക് വരാനുള്ളത്. ഒന്ന്, അടുത്ത കാഴ്ചയ്ക്ക് മങ്ങലേൽക്കുന്ന വെള്ളെഴുത്ത്. രണ്ടാമത്തത് അകലക്കാഴ്ചയ്ക്ക് മങ്ങലേൽക്കുന്ന തിമിരം.
ഇതിന് രണ്ടിനും രണ്ട് തരത്തിലുള്ള ചികിത്സയാണ്. വെള്ള എഴുത്തിന് നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി പരിശോധന നടത്തി അതിന് വേണ്ട കണ്ണടകളാണ് നമ്മൾ നൽകുന്നത്. എങ്കിൽ തിമിരത്തിന് ഏക ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിമിരം നീക്കി അതിന് വേണ്ട ചികിത്സ ചെയ്യുകയാണ്. വളരെ തുടക്കത്തിൽ, തിമിരത്തിൻ്റെ വളരെ തുടക്കത്തിൽ ചിലപ്പം നമുക്ക് ചെറിയ കണ്ണടകൾ കൊണ്ടോ തുള്ളിമരുന്ന് കൊണ്ടോ പരിഹാരമായേക്കാം. പക്ഷെ അതൊരു ശാശ്വതമായ പരിഹാരമല്ല. കൃത്യമായ കാഴ്ച തെളിഞ്ഞു കിട്ടണമെങ്കിൽ തിമിരത്തിൻ്റെ ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത്, വളരെ നേരത്തെ വേണ്ട, പക്ഷെ കറക്റ്റ് സ്റ്റേജിൽ നമ്മൾ തിമിരം നീക്കി അതിന് വേണ്ട പരിഹാരം ചെയ്യുക എന്നുള്ളതാണ്. തിമിരം കുറേ കാലം നമ്മളെ കണ്ണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കണ്ണിലേക്ക് ഒട്ടും തന്നെ വെളിച്ചം കയറാതെ കണ്ണിന് ഞരമ്പിനെ ബാധിച്ച് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, അതായത് കാഴ്ച ചിലപ്പം പൂർണ്ണമായും അല്ലെങ്കിൽ ഒരു 80-90% നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ കാഴ്ച കൃത്യമായിട്ട് തെളിഞ്ഞു വരില്ല. അതുകൊണ്ട് 40 വയസ്സിന് ശേഷം എല്ലാ ആളുകളും കാഴ്ച പരിശോധിക്കുകയും അവർക്ക് തിമിരം പോലെയോ അല്ലെങ്കിൽ വെള്ളെഴുത്ത് പോലത്തെ അസുഖമോ ഉണ്ട് എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. രണ്ടും രണ്ട് തരത്തിലുള്ള അസുഖങ്ങളാണ്. ഈ രണ്ട് അസുഖങ്ങൾക്കും രണ്ട് തരത്തിലുള്ള ചികിത്സകളാണ്. ഇതിന് വിശദമായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു നല്ല ഐ ഹോസ്പിറ്റലിൽ പോയി ഒരു നല്ലൊരു ഒപ്റ്റോമെട്രിസ്റ്റിനെയോ ഒഫ്താൽമോളജിസ്റ്റിനെയോ നേതൃത്വത്തിൽ നമ്മളെ കണ്ണ് പരിശോധിച്ച് നമുക്ക് തിമിരം പോലത്തെ അസുഖമോ അല്ലെങ്കിൽ വെള്ളെഴുത്ത് പോലത്തെ അസുഖം കാരണം നമ്മുടെ കാഴ്ചയ്ക്ക് മങ്ങലേറ്റിട്ടുണ്ടോ എന്ന് നമ്മൾ വിശദമായി പരിശോധിക്കേണ്ടതാണ്.